Hello everyone, welcome back. Now I am discussing the topic Architecture of Cloud Computing. Cloud Computing Architecture. As you all know, cloud computing technology is used by both small and large organizations to store the information in cloud and access it from anywhere at any time using the internet connection. സോ നമ്മൾ ലാസ്റ്റ് ലെക്ചറിലൊക്കെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ചെറിയ ഓർഗനൈസേഷനായാലും വലിയ ഓർഗനൈസേഷനായാലും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് ഏതൊരു സമയത്തും എവിടെയാണെങ്കിലും ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ സഹായത്തോടു കൂടി അവർക്ക് ആ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. So, cloud computing architecture is a combination of service-oriented architecture and event-driven architecture. അതുകൊണ്ട് തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചറിൻ്റെയും ഇവൻറ്റ് ഡ്രിവൻ ആർക്കിടെക്ചറിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ദ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചർ ഇസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ്. രണ്ട് സെക്ഷനായിട്ടാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫ്രണ്ട് എൻഡും രണ്ട് ബാക്ക് എൻഡും. സോ ഈ രണ്ട് സെക്ഷൻസ് ചേരുന്നതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചർ, ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ്. So this is the pictorial representation of cloud computing architecture. So you can see here two sections, front end and back end. So in front end, the client infrastructure, and in back end you can see management section, security section, and application, service, runtime cloud, infrastructure, and this front end and back end is connected with internet. So in runtime cloud and infrastructure, between these two things there is a storage. So this is the pictorial representation of cloud computing architecture. So in front end is used by the client. It contains client-side interfaces and applications that are required to access the cloud computing platforms. The front end includes web services, thin and flat clients, tablets and mobile devices. സോ ഈ ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പം ക്ലയൻറ്റ് യൂസ് ചെയ്യുന്ന ഇൻ്റർഫേസാണ്, ക്ലയൻറ്റിൻ്റെ സെക്ഷനാണ്. ഓക്കെ, ക്ലയൻറ്റ് സൈഡ് ഇൻ്റർഫേസസും അത് ക്ലയൻറ്റിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസും ഒക്കെയാണ് ഫ്രണ്ട് എൻഡിലുണ്ടാവുക. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്നും ക്ലയൻറ്റിന് ആക്സസ് ചെയ്യാവുന്ന ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്തെടുക്കാൻ വേണ്ടുന്ന ആപ്ലിക്കേഷൻസ്. സോ ഈ ഫ്രണ്ട് എൻഡിൽ സർവീസസ്, അതായത് ഗൂഗിൾ ക്രോം, ഫയർഫോക്സ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ തുടങ്ങിയ ബ്രൗസേഴ്സിൻ്റെ സർവീസസ്, ദാറ്റ് മീൻസ് സെർവർ സർവീസസ്. പിന്നെ ക്ലയൻറ്റ്സ്, അതായത് പല കാറ്റഗറിയിലുള്ള ക്ലയൻറ്റ്സ്. പിന്നെ ഡിവൈസസ്, മൊബൈൽ ഡിവൈസസ്, ടാബ്ലറ്റ്സ്, അങ്ങനെ പല ഡിവൈസസ്, ഇതെല്ലാം ചേരുന്നതാണ് ഫ്രണ്ട് എൻഡിലെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബാക്ക് എൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും സർവീസ് പ്രൊവൈഡറിൻ്റെ സെക്ഷനാണ്. ഇറ്റ് മാനേജസ് ഓൾ ദ റിസോഴ്സസ് ദാറ്റ് ആർ റിക്വയർഡ് ടു പ്രൊവൈഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസസ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ റിസോഴ്സസിനെ എല്ലാം മാനേജ് ചെയ്യുന്നത് ബാക്ക് എൻഡാണ്, സർവീസ് പ്രൊവൈഡർ എൻഡാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോറേജ്, സെക്യൂരിറ്റി മെക്കാനിസം, വെർച്വൽ മെഷീൻസ്, ഡിപ്ലോയിങ് മോഡൽസ്, സെർവേഴ്സ്, ട്രാഫിക് കൺട്രോൾ മെക്കാനിസംസ് എക്സെട്ര. സോ ഈ ഒരു ബാക്ക് എൻഡിൽ ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഡേറ്റ സ്റ്റോറേജ് ഉണ്ട്, സെക്യൂരിറ്റി മെക്കാനിസം ഉണ്ട്, വെർച്വൽ മെഷീൻസ് ഉണ്ട്, പിന്നെ ഡിപ്ലോയിങ് മോഡൽസ് ഉണ്ട്, സെർവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡേറ്റ ഫ്ലോയുടെ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസംസ് ഉണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് ബാക്ക് എൻഡ്. ബോത്ത് ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് ആർ കണക്റ്റഡ് ടു അതർ ത്രൂ എ നെറ്റ്വർക്ക്, ജനറലി യൂസിങ് ദ ഇൻ്റർനെറ്റ് കണക്ഷൻ. സോ ഈ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെറ്റ് കണക്ഷനാണ് യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ ദ കമ്പോണൻറ്റ്സ്. സോ കമ്പോണൻറ്റ്സിൽ ഫ്രണ്ട് എൻഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കമ്പോണൻ്റാണ് ക്ലയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. സോ ഇറ്റ്സ് എ ഫ്രണ്ട് എൻഡ് കമ്പോണൻറ്റ് പ്രൊവൈഡ്സ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ടു ഇൻറ്ററാക്ട് വിത്ത് ദ ക്ലൗഡ്. സോ യൂസറിന് ക്ലൗഡുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ക്ലയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ആപ്ലിക്കേഷൻ. സോ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബാക്ക് എൻഡിൽ വരുന്നതാണ്. സോ ദ ആപ്ലിക്കേഷൻ മേ ബി എനി സോഫ്റ്റ്വെയർ ഓർ പ്ലാറ്റ്ഫോം ദാറ്റ് എ ക്ലയൻറ്റ് വാണ്ട്സ് ടു ആക്സസ്. അപ്പം ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ആകാം, അല്ലെങ്കിൽ ക്ലയൻറ്റിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോം ആവാം. സോ ആ ഒരു സെക്ഷനെയാണ്
ആപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. സോ ദിസ് ബിലോങ്സ് ടു ബാക്ക് എൻഡ്. Next one is service. A cloud services manages that which type of service you access according to your client's requirement. സോ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഏത് സർവീസാണ് ആക്സസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഏത് ടൈപ്പ് ഓഫ് സർവീസാണ് യൂസ് ചെയ്യുന്നുള്ളത് വരുന്നത്. സോ അതിനനുസരിച്ചാണ് ക്ലൗഡ് സർവീസസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക. സോ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഓഫേഴ്സ് ദ ഫോളോയിങ് 3 ടൈപ്പ് ഓഫ് സർവീസസ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് 3 തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. സോ SaaS. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും ക്ലൗഡ് ആപ്ലിക്കേഷൻ സർവീസ് എന്ന് അറിയപ്പെടുന്നതാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. So software as a service applications runs directly through the web browser, means we do not require to download and install these applications. So ഇത് ഡയറക്റ്റ് വെബ് ബ്രൗസറിലൂടെ നമുക്ക് ഈ ആപ്ലിക്കേഷൻസിനെ റൺ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ആപ്ലിക്കേഷൻസിനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. സോ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു സർവീസായിട്ട് ബിലോങ് ചെയ്യുവാണ്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഗൂഗിൾ ആപ്സ്, സ്ലാക്ക്, ഹബ് സ്പോട്ട്, സിസ്കോ വെബെക്സ്, സെയിൽസ്ഫോഴ്സ്, ഡ്രോപ്പ് ബോക്സ്, ഇതൊക്കെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് കാറ്റഗറിയിൽ പെടുന്നതാണ്. നമുക്കിത് ഡയറക്റ്റായിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ബ്രൗസർ വഴി തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. സോ ദിസ് ഇസ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. സോ സർവീസസിലെ രണ്ടാമത്തെ കാറ്റഗറിയാണ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, PaaS. സോ ഇതിനെ ക്ലൗഡ് പ്ലാറ്റ്ഫോം സർവീസ് എന്നറിയപ്പെടുന്നു. സോഫ്റ്റ്വെയർ ആസ് എ സർവീസിന് സിമിലർ തന്നെയാണിത്. But the difference is that platform as a service provides a platform for software creation. ഒരു സോഫ്റ്റ്വെയർ ക്രിയേഷന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് യൂസിങ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് വി ക്യാൻ ആക്സസ് സോഫ്റ്റ്വെയർ ഓവർ ദ ഇൻ്റർനെറ്റ് വിതൗട്ട് എനി നീഡ് ഓഫ് എനി പ്ലാറ്റ്ഫോം. പക്ഷേ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ഉണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയറിനെ ഇൻ്റർനെറ്റിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും, ഒരു പ്ലാറ്റ്ഫോമും അല്ലാതെ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ക്രിയേഷന് വേണ്ടുന്ന പ്ലാറ്റ്ഫോമിനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ വിൻഡോസ്, അസർ, ഫോഴ്സ്.com, മാഗ്നറ്റോ, കൊമേഴ്സ് ക്ലൗഡ്, ഓപ്പൺഷിഫ്റ്റ്, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസാണ് മൂന്നാമത്തെ കാറ്റഗറി. ഇതിനെ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് എന്നറിയപ്പെടുന്നു. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഡേറ്റ മാനേജ് ചെയ്യും, മിഡിൽ വെയറിനെ, റൺ ടൈം എൻവയൺമെൻറ്റിനെ, ഇവരെയൊക്കെ മാനേജ് ചെയ്യുന്ന ആളാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. എക്സാമ്പിൾ ആമസോൺ വെബ് സർവീസസ്, ഗൂഗിൾ കമ്പ്യൂട്ട് എഞ്ചിന്, സിസ്കോ മെറ്റാപോഡ്, ഇതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസിന് എക്സാമ്പിളാണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചറിൻ്റെ കമ്പോണൻസിൽ അടുത്തത് റൺ ടൈം ക്ലൗഡാണ്. റൺ ടൈം ക്ലൗഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എക്സിക്യൂഷൻ ആൻഡ് റൺ ടൈം എൻവയൺമെൻറ്റ് ടു ദ വെർച്വൽ മെഷീൻസിന് വേണ്ടിയിട്ടുള്ള എക്സിക്യൂഷനും റൺ ടൈം എൻവയൺമെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് റൺ ടൈം ക്ലൗഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് സ്റ്റോറേജ് ആണ് കമ്പോണൻറ്റ്. സ്റ്റോറേജ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ. ഹ്യൂജ് എമൗണ്ട് ഓഫ് സ്റ്റോറേജ് കപ്പാസിറ്റി വേണം ക്ലൗഡിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും. അപ്പോൾ സ്റ്റോറേജ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു കമ്പോണൻ്റാണ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ ഹോസ്റ്റ് ലെവലിലും ആപ്ലിക്കേഷൻ ലെവലിലും നെറ്റ്വർക്ക് ലെവലിലും സർവീസ് പ്രൊവൈഡ് ചെയ്യും. So cloud infrastructure includes hardware and software components such as servers, storage, network devices, virtualization software, and other software resources that are needed to support the cloud computing model. So cloud infrastructure എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണൻസ്, അതായത് സെർവേഴ്സ്, സ്റ്റോറേജ്, നെറ്റ്വർക്ക്, വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തിലടങ്ങിയിട്ടുണ്ട്? ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പോണൻസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. സോ ഇവർക്കൊക്കെ എന്ത് വേണം? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മോഡലിൻ്റെ ഒരു ബേസോട് കൂടിയ സർവീസസ് ആവശ്യമാണ്. സോ ഇതെല്ലാം ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് കമ്പോണൻ്റ് ഇസ് മാനേജ്മെൻറ്റ്. Management is used to manage components such as application, service, runtime cloud, storage, infrastructure, and other security issues in the backend and establish connection between them. മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റ് കമ്പോണൻസായ ആപ്ലിക്കേഷനും സർവീസും സ്റ്റോറേജും ഇൻഫ്രാസ്ട്രക്ചറും ഇവയൊക്കെ തമ്മിൽ ഉള്ള അല്ലെങ്കിൽ ഈ കമ്പോണൻസിനെയൊക്കെ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ളൊരു കോർഡിനേഷൻ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്നത്.
മറ്റൊരു കമ്പോണൻ്റാണ് സെക്യൂരിറ്റി. അപ്പം ഇതൊരു ബിൽട്ട് ബാക്ക് ആൻഡ് കമ്പോണൻ്റ് ആണ്. സെക്യൂരിറ്റി മെക്കാനിസംസ് എല്ലാം ഇതിലൂടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മറ്റൊന്ന് ഇൻ്റർനെറ്റ് ആണ് കമ്പോണൻറ്റ്. ഇത് ഫ്രണ്ട് എൻഡിനെയും ബാക്ക് എൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഇൻ്റർനെറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. സോ ദീസ് ആർ ദ കമ്പോണൻറ്റ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചർ. So assignment question: explain the cloud computing architecture and its components in detail. Thank you.